വീടുകൾക്ക് മുകളിലൂടെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നതിൽ വർഷങ്ങളായി ബുദ്ധിമുട്ടിലാണ് കൊല്ലം മൈനാഗപ്പള്ളി വെസ്റ്റ് കടപ്പ നിവാസികൾ. ലൈൻ മാറ്റണമെന്ന അപേക്ഷയുമായി ഇവർ നവകേരള സദസ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ലൈൻ മാറ്റുന്നതിന് 12 ലക്ഷത്തിലധികം രൂപ കെട്ടിവെക്കണമെന്ന മറുപടിയാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. തങ്ങളുടെ ആവശ്യവുമായി ഇനി ആരെ സമീപിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്ടുകാർ. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും ഞാനൊക്കെ അലറി കരയും. തീ എരിഞ്ഞുകൊണ്ടിരിക്കുമോ. ഞാൻ മോൻ്റെ അടുത്ത് രണ്ടുണ്ടോട്ടം പറഞ്ഞ പോലെ ഭയങ്കരമായ പിടിയേരിയുന്നു. പേടിച്ച് ഞങ്ങൾ എന്തോ ചെയ്യുമ്പോൾ അപേക്ഷ കൊടുക്കണമൊക്കെ ഒന്നും എടുക്കുന്നില്ല, എന്തോ ചെയ്യാനാണെന്ന് നേരം ചോദിക്കും. ഞാൻ വലിയ ദുഃഖനാൾ മന്ത്രി ഭരണിക്കായി വന്നപ്പോൾ ഇതുപോലെ എഴുതിച്ചവൻ്റെ ഞാൻ കൊടുത്തു വിട്ടു. എന്നിട്ട് ഇപ്പോൾ വന്നതും ഇതുപോലെ 12 ലക്ഷം രൂപ അടയ്ക്കണം. വർഷങ്ങളായി മൈനാഗപ്പള്ളി കടപ്പയിലെ 10ലധികം കുടുംബങ്ങൾ നിത്യേന ഇതനുഭവിക്കുന്നു. വീടുകൾക്ക് മുകളിലൂടെയുള്ള 11 kV വൈദ്യുതി ലൈൻ മാറ്റുന്നതിന് മന്ത്രിമാർക്കുൾപ്പെടെ നിരവധി അപേക്ഷകളും നൽകി. ഒടുവിൽ നവകേരള സദസ്സിൽ പ്രദേശവാസിയായ അലാവുദ്ദീൻ നൽകിയ അപേക്ഷയ്ക്ക് 12,18,099 രൂപ അടയ്ക്കണമെന്ന മറുപടി ലഭിച്ചു. 13 ലക്ഷം രൂപയുടെ ചെലവ് അവർ ഇലക്ട്രിസിറ്റി പറയുന്നു. കാര്യം ഇത് മാറ്റത്തില്ല. അതുകൊണ്ട് അതാണ് അവരെ കൊണ്ട് അവർ മാറ്റത്തില്ല. ഇത് അപ്പുറത്തൂടെ മാറ്റി കൊടുക്കാം. ഇതെല്ലാം റോഡിലല്ല ഇപ്പോൾ 11 kV ആയിട്ടിരിക്കുന്നത്. ഇത് മാറ്റി കൊടുക്കുന്നതിന് വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല. 5 പോസ്റ്റുകൾ മാറ്റണം. റോഡിന്റെ വശത്ത് കൂടി പോകുന്ന നിലവിലെ 11 kV ലൈനുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഇവരുടെ ദുരിതം മാറും. പക്ഷേ അതിനുവേണ്ടി KSEBയോ ജനപ്രതിനിധികളോ മുൻകൈയെടുക്കുന്നില്ല. കറണ്ട് ചാർജ് അടയ്ക്കാൻ നിർവാഹമില്ലാത്ത കുടുംബങ്ങൾ 13 ലക്ഷത്തിൽ പരം രൂപ ഈ 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അടക്കണം എന്ന് പറയുന്ന വിചിത്രമായ ഒരു മറുപടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കായി ഈ നവകേരള യാത്രയെ ഞങ്ങൾ കാണുകയാണ്. വേനൽ കഠിനമാകുന്നതോടെ ഇവരുടെ ദുരിതം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നിരവധി ആളുകളാണ് ഇവിടുത്തെ ജീവിതം അടുത്ത് സ്ഥലം ഉപേക്ഷിച്ചു പോയത്. കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ടും ഇല്ല. അതിൻ്റെ കൂടെ അതെല്ലാം മറിഞ്ഞ് മതിലിൻ്റെ പുറത്ത് വീണ് രാത്രി 2 മണി സമയത്ത്. അങ്ങനെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞതിന് ശേഷം അത് മാറ്റിയതൊക്കെ വില പോലും കിട്ടിയില്ല അതിന്. നിരവധി ആളുകൾ ഇവിടം ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ദുരിത ജീവിതം നയിക്കുന്നു. പല പരാതികളും നൽകി ഇനി ആരെയാണ് സമീപിക്കേണ്ടതെന്നറിയാതെ ഇവർ ബുദ്ധിമുട്ടുകയാണ്. അടിയന്തരമായ പരിഹാരമാണ് ഇവരുടെ ആവശ്യം. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.